രാജ്യം പുതിയൊരു വികസന യുഗത്തിലാണ്. റോഡ്, റെയിൽ, വ്യോമയാനം, ജലഗതാഗതം, ഡിജിറ്റൽ രംഗം എല്ലാ മേഖലകളിലും സമാനതകളില്ലാത്ത വികസന കുതിപ്പ്. PM ഗതിശക്തി, ഭാരത്മാല, സാഗർമാല, ഉഡാൻ അങ്ങനെ പല പദ്ധതികൾ. 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുകയെന്ന സ്വപ്നത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണ് അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള ഇത്തരം വമ്പൻ പദ്ധതികൾ. बीते वर्षों में हमारी सरकार ने सड़क, पुल, बिजली, पानी, रेल, गरीबों के घर, सिंचाई ऐसे हर इंफ्रास्ट्रक्चर में अभूतपूर्व निवेश किया है. ഇന്ത്യൻ റെയിൽവേയുടെ മുഖച്ഛായ മാറ്റി കുതിക്കുകയാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ അഭിമാനമായ 400 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളാണ് അടുത്ത ഘട്ടത്തിൽ പുറത്തിറങ്ങാൻ പോകുന്നത്. 2030ഓടെ ഇത് 800ലേക്ക് ഉയർത്തുകയാണ് മോദി വിഷൻ. 160 വന്ദേ ഭാരത് ട്രെയിനുകൾ ഇന്ന് രാജ്യത്ത് സർവീസ് നടത്തുന്നു. ദീർഘദൂര യാത്രക്കാർക്കായി വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും കുതിക്കാനൊരുങ്ങുന്നു. 2023 ഏപ്രിൽ മുതൽ കേരളത്തിലും വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നു. ഒടുവിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലത്തിലൂടെയും വന്ദേ ഭാരത് ഓടി. ഇനി വരാനുള്ളത് നമോ ഭാരത് റാപ്പിഡ് ട്രെയിനുകളാണ്. ട്രെയിനുകൾ മാത്രമല്ല, റെയിൽവേ സ്റ്റേഷനുകളും മാറുകയാണ്. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ രാജ്യത്തെ 1338 റെയിൽവേ സ്റ്റേഷനുകളാണ് ലോകോത്തര നിലവാരത്തിലേക്ക് വികസിപ്പിക്കുന്നത്. ഇതുവരെ 200ഓളം സ്റ്റേഷനുകളിൽ ആ മാറ്റം നടപ്പാക്കി. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖലയാണ് ഇന്ത്യയിലേത്. രാജ്യത്തെ ചരക്ക് ഗതാഗതത്തിന്റെ 64.5% റോഡുകളിലൂടെയാണ്. അതിനാൽ തന്നെ ഇന്ത്യയിലെ റോഡ് ഹൈവേ വികസനത്തിന് 3.10 ലക്ഷം കോടി രൂപയാണ് ഇക്കൊല്ലത്തെ കേന്ദ്ര ബജറ്റിൽ നീക്കിവച്ചിരിക്കുന്നത്. റോഡുകൾക്കും പാലങ്ങൾക്കുമായി 1.22 ലക്ഷം കോടി രൂപയുടെ പ്രത്യേക മൂലധന വിഹിതവുമുണ്ട്. ഭാരത്മാല പോലുള്ള പദ്ധതികളിലൂടെ എക്സ്പ്രസ് ഹൈവേ കോറിഡോറുകളുടെ നിർമ്മാണവും അതിവേഗം പുരോഗമിക്കുന്നു. ദില്ലി മുംബൈ എക്സ്പ്രസ് വേ പോലുള്ള വലിയ പദ്ധതികൾ രാജ്യത്ത് ഗതാഗത വികസനത്തിന്റെ മറ്റൊരു മുഖമാണ്. രാജ്യത്തിന്റെ ഏതു കോണിലായാലും നഗരങ്ങളെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ പേരിൽ മാറ്റി നിർത്തില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലും അടക്കം കേന്ദ്ര സർക്കാർ നടത്തിയ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾ. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 പുതിയ ദേശീയ ജലപാതകൾ പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് അവസാന കേന്ദ്ര ബജറ്റിലെ പ്രഖ്യാപനം. 20,187 കിലോമീറ്റർ നീളമുള്ള 111 ദേശീയപാതകളുടെ ശൃംഖലയുണ്ട് രാജ്യത്ത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ദേശീയപാതകളിലൂടെയുള്ള ചരക്ക് ഗതാഗതം എക്കാലത്തെയും ഉയർന്ന നിരക്കായ 145.84 ദശലക്ഷം മെട്രിക് ടണ്ണിലെത്തി. 2016 തുടക്കമിട്ട ഉഡാൻ പദ്ധതി സാധാരണക്കാരനും ആകാശയാത്ര സാധ്യമാക്കുക എന്ന പ്രധാനമന്ത്രിയുടെ ചിന്തയിൽ പിറന്നതാണ്. രാജ്യാന്തര സമുദ്ര വ്യാപാര മേഖലയിൽ കുറച്ചു വർഷങ്ങൾ കൊണ്ട് വൻ വളർച്ച നേടിയ രാജ്യമായി മാറി ഇന്ത്യ. കൂടുതൽ തുറമുഖ ഗതാഗത മാർഗങ്ങൾ തുറന്നും തുറമുഖശേഷി കൂട്ടിയും തീരദേശ ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചും ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന് ശരവേഗം നൽകിയിരിക്കുകയാണ് മോദി സർക്കാർ.